പി കെ ഗോപൻ കെ അനിൽകുമാർ വക്താവാണോ? വളരെ ക്ലിയർ ആയിട്ട് ചോദ്യമുണ്ട്. ഞാനും ഏറ്റവും ഹീറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ഞാൻ എടുത്തു തരാം. സോണിയാഗാന്ധിയുടെ കയ്യിൽ ആ ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്തു. ആർഗ്യുമെന്റ് തൊണ്ടി സോണി അതെ, അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചാൽ നിങ്ങൾ എന്ത് സമാധാനം പറയുമെന്ന് അനിൽകുമാർ ചോദിച്ചത്. അങ്ങനെ ഒരു ആക്ഷേപം ഞങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ എന്ത് സമാധാനം പറയും? അതുകൊണ്ട് നിങ്ങൾ ഉള്ളത് പറയാനാ പറഞ്ഞേ. പൊളിയുമ്പോ മിണ്ടായിരിക്കെ, പൊളിയുമ്പോ അലമ്പാക്കല്ലേ. പി കെ ഗോപൻ അലമ്പാക്കല്ലേ. ഞാൻ പറയട്ടെ, പോയിന്റ് നിങ്ങൾ ഡയറക്റ്റ് കാര്യത്തിലേക്ക് വാ. നിങ്ങൾ ഡയറക്റ്റ് കാര്യത്തിലേക്ക് വാ. പറയട്ടെ, ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നത് വേറെ കാര്യം പറയാതെ. പി കെ ഗോപൻ ഞാൻ പറയട്ടെ സാറേ, ചോദ്യത്തിന് ഉത്തരം പറ. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഒരു 30 സെക്കൻഡ് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യാം. ആരെങ്കിലും ഒന്ന് വഴങ്ങൂ. അദ്ദേഹം ചോദിക്കട്ടെ. ശ്രീ രാജു പിന്നെ 60 മിനിറ്റ് ഒരു 30 സെക്കൻഡിൽ ചോദിച്ചു. അങ്ങനെയല്ലേ വരാം. ശ്രീ പി കെ ഗോപൻ, എന്നാ എനിക്ക് സമയം തരണം. എനിക്ക് സമയം കൊടുക്കേണ്ട മറ്റൊരാൾ കൂടി അപ്പുറത്തിരിപ്പുണ്ട്. ശ്രീ പി കെ ഗോപൻ പെട്ടെന്ന് തരും. എനിക്ക് 8 മണിക്ക് പോകണമെന്നുള്ളേ ഉള്ളൂ. രാജുവിന് സമയം തരും പറഞ്ഞോണ്ട് എനിക്ക് 8 മണിക്ക് പോകണം. ഞാൻ പറഞ്ഞ ഒറ്റ ചോദ്യമേ ഉള്ളൂ. അനിൽകുമാറിന്റെ ചർച്ചയിൽ പറഞ്ഞത് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചിരിക്കട്ടെ. ഞങ്ങളുടെ ചോദ്യം എന്താ? സ്വർണം സോണിയാഗാന്ധി കൊണ്ടു കൊടുത്തെന്നല്ല പറയുന്നത്. ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ ഈ പ്രശ്നം തീരും. പെർമിഷൻ വാങ്ങിച്ചു കൊടുത്തത് ആര്? കൊണ്ടു കൊടുത്ത സാധനം എന്ത്? ഈ 3 പേര് ഒരു ഫ്രെയിമിൽ എങ്ങനെ വന്നു? ഡയറക്റ്റ് ഉത്തരം പറഞ്ഞാൽ പെട്ടെന്ന് മാറ്റി ഡയറക്റ്റ് ഉത്തരം പറഞ്ഞാട്ടെ.